വെൽക്കം ടു അനിലാസ് കുക്കിംഗ്. അതെ, ഇന്ന് മലയാളികൾക്ക് പ്രിയങ്കരമായിട്ടുള്ള ബനാന റോസ്റ്റ് അഥവാ പഴംപൊരി ഉണ്ടാക്കിയാലോ? ഈ സ്വാദിഷ്ടമായ ബനാന റോസ്റ്റ് പുറമെ ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിരുന്നു. ഇതിനായി 3-4 മീഡിയം സൈസ് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തത്. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ അപ്പത്തിൻ്റെ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത്, അതായത് ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്ത് കുറുകിയ ഒരു കട്ടിയുള്ള ബാറ്റർ തയ്യാറാക്കി. ഓരോ ഏത്തപ്പഴവും നടുവേ മുറിച്ച് ഓരോ കഷ്ണങ്ങളും കനം കുറച്ച് 3 കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തു. ഓരോ കഷ്ണങ്ങളും ഈ കട്ടിയുള്ള ബാറ്ററിൽ മുക്കി നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഈ ഏത്തപ്പഴം തിരിച്ചും മറിച്ചുമിട്ട് വറുത്തെടുത്തു. മൂത്ത ശേഷം ഈ പഴംപൊരി ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ എടുത്തു വെച്ചു. എക്സസ് ആയിട്ടുള്ള എണ്ണ വലിഞ്ഞ് പോകാനാണ് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ എടുത്തു വെക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ല ചൂടുള്ള എണ്ണയിൽ വേണം വറുത്തെടുക്കാൻ. അല്ലാത്ത പക്ഷം ബോളിയിൽ എണ്ണ കുടിച്ചിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ.